നോക്കുന്നത് അവർ എർത്ത് നമ്മുടെ ഭൂമി എന്ന് പറയുന്ന പാഠഭാഗമാണ്. സാർ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന എസ്എസ്എല്ലിലെ ഒരു പാഠഭാഗമാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും മറ്റുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പാഠത്തിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മുടെ ഭൂമിയുടെ ഇന്റീരിയർ, ഭൂമിയുടെ ഉള്ളറയിലേക്ക്, അതായത് ഭൂമിയുടെ ഉള്ളറ എങ്ങനെയാണ്, അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അവിടെ എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യം നോക്കാൻ പോകുന്നത്. ഭൂമിയുടെ ഉള്ളറയുടെ കേന്ദ്രഭാഗത്ത് ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അതായത് ഭൂമിയുടെ ഇന്റീരിയറിൽ ഏറ്റവും ഉള്ളിൽ ഉള്ള ടെമ്പറേച്ചർ പറയുന്നത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ഭൂമിയുടെ സെൻട്രലിലുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഏകദേശം 6371 കിലോമീറ്റർ താഴോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ഭൂമിയുടെ ഉള്ളിലെത്താൻ പറ്റുള്ളൂ. ഭൂമിയുടെ ഏറ്റവും സെൻട്രൽ ഭാഗത്ത് എത്തണമെങ്കിൽ എത്ര കിലോമീറ്റർ ഉള്ളിലോട്ട് പോകണം? 6371 കിലോമീറ്റർ ഉള്ളിലോട്ട് പോകണം. പക്ഷെ എന്താണ്, ഇതുവരെ നമ്മുടെ മനുഷ്യന്മാര് വെറും 12 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയിട്ടുള്ളൂ. വെറും 12 കിലോമീറ്റർ മാത്രമേ ഇത്രയും കാലത്തിന്റെ ഇടയിലേക്ക് മനുഷ്യന് പോകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളൂ. ഓക്കെ, നമ്മുടെ ഭൂമിയുടെ ഘടന എങ്ങനെയാ നോക്കാം. ഈ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ ഭൂമിയുടെ ഘടന. ഭൂമിയുടെ ഘടന എന്ന് പറയുന്നത്, ഭൂമിക്ക് ഏറ്റവും പുറമേ ഒരു ലെയർ ഉണ്ട്, ഒരു പുറം പാളി ഉണ്ട്. അത് ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ക്രസ്റ്റ് അഥവാ ഭൂവൽക്കം എന്ന പേരിലാണ് ആ പാളി അറിയപ്പെടുന്നത്. അടുത്തതായിട്ട് ഭൂവൽക്കം കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് മാന്റിൽ. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരേ പേര് തന്നെയാണ്, മാന്റിൽ. ഓക്കെ, ആദ്യം ക്രസ്റ്റ് അഥവാ ഭൂവൽക്കം, പിന്നെ മാന്റിൽ. അത് കഴിഞ്ഞിട്ട് വരുന്ന ഭൂമിയുടെ പാളിയാണ്, ഒരു ലെയർ ആണ് ഇത് പുറക്കാമ്പ്, ഔട്ടർ കോർ എന്ന് പറയും. ഓക്കെ, പുറക്കാമ്പ് അല്ലെങ്കിൽ ഔട്ടർ കോർ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഏറ്റവും സെൻട്രലായിട്ട്, ഏറ്റവും നടുവിലായിട്ട് വരുന്ന ഭാഗമാണ് അകക്കാമ്പ് അഥവാ ഇന്നർ കോർ. അകക്കാമ്പ് അഥവാ ഇന്നർ കോർ. ഭൂമിക്ക് എത്ര പാളികളുണ്ട്? ഭൂമിക്ക് 4 പാളികളുണ്ട്. ഭൂവൽക്കം അഥവാ ക്രസ്റ്റ്, മാന്റിൽ, അതുപോലെ പുറക്കാമ്പ് ഔട്ടർ കോർ, പിന്നെ അകക്കാമ്പ് ഇന്നർ കോർ. ഇങ്ങനെ 4 ഭാഗങ്ങളാണ്, 4 ലെയറുകളാണ് എന്തിനുള്ളത്? നമ്മുടെ ഭൂമിക്ക് ഉള്ളത്. ഇനി അത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ക്രസ്റ്റ് ഭൂവൽക്കം എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ്. ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കം. ഓക്കെ, ഒരു തിൻ ലെയർ ആണ്. തിൻ ലെയർ പറഞ്ഞാൽ അധികം കട്ടിയൊന്നുമില്ല. ഓക്കെ, ദിസ് ലെയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സോളിഡ് റോക്സ്. ഖരരൂപത്തിലുള്ള സോളിഡ് ആയിട്ടുള്ള പാറകളാൽ നിർമ്മിതമാണ് ഇത് ഈ ഭൂവൽക്കം എന്ന് പറയുന്ന പാളി. The crust has two parts, namely continental crust and oceanic crust. ഭൂവൽക്കത്തിന് രണ്ട് തരത്തിലാണ് പറയാൻ പറ്റും. ഭൂവൽക്കത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഏതൊക്കെയാണ്? വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും. വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. സാധാരണ വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ. കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഈസ് തിങ്കർ ദാൻ ഓഷ്യാനിക് ക്രസ്റ്റ്. സമുദ്ര ഭൂവൽക്കത്തെക്കാളും കട്ടി കൂടുതൽ എന്താണ്? നമ്മുടെ കോണ്ടിനെന്റൽ ക്രസ്റ്റിന് ആണ്. ഓക്കെ, പിന്നെയോ ഇതിന് ഏകദേശം 30 കിലോമീറ്റർ ആണ് ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കോണ്ടിനെന്റൽ ഭൂവൽക്കത്തിന്, വൻകര ഭൂവൽക്കത്തിന് ഏകദേശം ആവറേജ് ഹൈറ്റ് എത്രയാണ്? 30 കിലോമീറ്റർ ആണ്. എന്നാൽ ഉയർന്ന മലകളിൽ, നമ്മുടെ ഇപ്പൊ ഹിമാലയം പോലുള്ള ഉയർന്ന സ്ഥലങ്ങൾ എത്തുമ്പോഴേക്ക് ഏകദേശം 70 കിലോമീറ്റർ കനം ഇതിനുണ്ട്. ഇതിന് ഉണ്ട്. എന്നാൽ നമ്മുടെ സമുദ്ര ഭൂവൽക്കല്ലേ, ഓഷ്യാനിക് ക്രസ്റ്റ് ഇല്ലേ, ഈ ഓഷ്യാനിക് ക്രസ്റ്റിന്റെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് വെറും 5 കിലോമീറ്റർ ആണ്. അപ്പൊ ഇത്ര പഠിക്കുക. ക്രസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും തിൻ ലെയർ ആണെന്ന് പഠിക്കുക. ഈ തിൻ ലെയർ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. വൻകര ഭൂവൽക്കം, അതുപോലെ സമുദ്ര ഭൂവൽക്കം. ഓഷ്യാനിക് ക്രസ്റ്റ്, അതുപോലെ കോണ്ടിനെന്റൽ ക്രസ്റ്റ്. കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത്, തിക്നെസ് എന്ന് പറയുന്നത് എത്രയാണ്? 30 കിലോമീറ്റർ ആണ്. ഇത് ഏറ്റവും
ഹൈറ്റ് കൂടുന്ന സ്ഥലങ്ങളിൽ എത്ര ആയിട്ട് മാറുന്നുണ്ട്? 70 കിലോമീറ്റർ ആയിട്ട് മാറുന്നുണ്ട്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് അഥവാ നമ്മുടെ ഓഷ്യാനിക് ക്രസ്റ്റിന്റെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? തിക്നെസ് എന്ന് പറയുന്നത് എത്രയാണ്? 5 കിലോമീറ്റർ ആണ്. അടുത്ത് നമ്മൾ പഠിച്ച ലെയർ ആണ് മാന്റിൽ എന്ന് പറയുന്നത്. ഭൂവൽക്കത്തിന്റെ ക്രസ്റ്റിന്റെ തൊട്ട് താഴെയാണ് മാന്റിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഏകദേശം എത്ര കിലോമീറ്റർ ആണ് ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത്? 2900 കിലോമീറ്റർ. 2900 കിലോമീറ്റേഴ്സ് ആണ് ഇതിന്റെ തിക്നെസ്, നമ്മുടെ മാന്റിലിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതോ ഈ ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ നമ്മൾ ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്ന് വിളിക്കും. ദ പാർട്ട് ഓഫ് ദ എർത്ത് ദാറ്റ് കമ്പയർസ് ദ ക്രസ്റ്റ് ആൻഡ് അപ്പർ പാർട്ട് ഓഫ് മാന്റിൽ ഈസ് കാൾഡ് ലിത്തോസ്ഫിയർ എന്ന് വിളിക്കും. ഈ ശിലാമണ്ഡലത്തിന് താഴെ, ലിത്തോസ്ഫിയറിന് താഴെ നമ്മുടെ ഈ കല്ലും മണ്ണും കാര്യങ്ങളൊക്കെ ഉരുകിയ അവസ്ഥയിലാണ്, അർദ്ധ ദ്രവാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അർദ്ധ ദ്രാവകാവസ്ഥയിൽ മാഗ്മയായിട്ടാണ് കാണപ്പെടുന്നത്. ഈ ഒരു ഭാഗത്തെ നമ്മൾ എന്താ വിളിക്കുക? ഈ ഒരു ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് താഴെയുള്ള ഭാഗം എന്താ? അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം എന്താ? അത് ഒരു സോളിഡ് ആയിട്ടാണ്. ഓക്കെ, ഇത് നമ്മൾ ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം നിറച്ചു, പിന്നെ കുറച്ച് കല്ല് മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന കല്ലുകൾ ഉണ്ടെന്ന് കരുതൂ, അതിന് മുകളിൽ വീണ്ടും വെള്ളം. ആ തരത്തിലാണ് നമ്മുടെ ഭൂമിയുടെ ഒരു ഘടന എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് കാമ്പ് അല്ലെങ്കിൽ കോർ എന്ന് പറയുന്നത്. മാന്റിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ്. ദ ലെയർ ബിലോ ദ മാന്റിൽ ഈസ് ദ കോർ. ഇത് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെ? പുറക്കാമ്പ് ഔട്ടർ കോർ ഉണ്ട്, അതുപോലെ അകക്കാമ്പ് ഇന്നർ കോറും ഉണ്ട്. പുറക്കാമ്പ് ദ്രവാവസ്ഥയിലും അകക്കാമ്പ് ഏതവസ്ഥയിലാണ്? ഖരാവസ്ഥയിലുമാണ്. അതായത് ഔട്ടർ കോർ ഏതിലാ? ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഉള്ളത്. എന്നാൽ ഇന്നർ കോർ ഉള്ളത് സോളിഡ് സ്റ്റേറ്റിലാണ്, സോളിഡ് ഫോമിലാണ് ഉള്ളത്. ഈ കാമ്പില്ലേ, നമ്മുടെ ഈ കോറ് പ്രധാനമായിട്ടും നിക്കൽ, അതുപോലെ ഇരുമ്പ് തുടങ്ങിയ ലോഹങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിക്കൽ, അതുപോലെ അയൺ തുടങ്ങിയ ലോഹങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കോറ് വേറൊരു പേരിൽ കൂടെ അറിയപ്പെടുന്നുണ്ട്. കാമ്പ് വേറൊരു പേരിലൂടെ അറിയപ്പെടുന്നുണ്ട്. ആ പേരാണ് നിഫെ എന്ന പേരിലൂടെ അറിയപ്പെടുന്നുണ്ട്. ഇവിടുത്തെ നമ്മുടെ കോറിലെ അല്ലെങ്കിൽ കാമ്പിലെ ഏകദേശ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ കോറിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഒരുപാട് വാതകങ്ങളുണ്ട്. ഏതൊക്കെയാണ്? നൈട്രജൻ, ഓക്സിജൻ, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയ ഒരുപാട് വാതകങ്ങൾ എവിടെ ഉണ്ട്? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ അളവ് നമുക്ക് നോക്കിയാലോ? ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ 78%, അന്തരീക്ഷത്തിലെ 78% എന്താണ്? നൈട്രജൻ ആണ്. 78% നൈട്രജൻ ആണ്. ബാക്കി വരുന്ന 21% ഓക്സിജൻ. ബാക്കി 21% ആണ് എന്ത്? ഓക്സിജൻ ഉള്ളത്. ബാക്കി വരുന്ന 1% അതർ ഗ്യാസസ് ആണ്. അതർ ഗ്യാസസിൽ എന്തൊക്കെ വരുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡും ബാക്കി ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ബാക്കി 1% എന്താണ്? അതർ ഗ്യാസസ് ആണ്. ഇവിടെ നോക്കൂ, രണ്ട് ചോദ്യങ്ങള്. നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? വാതകം നൈട്രജൻ ആണ്. ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകോ? അത് ഓക്സിജൻ ആണ്. ഓക്കെ, എന്നാല് നമ്മൾക്ക് ആകെ നമ്മുടെ ഭൂമിയിലുള്ള അന്തരീക്ഷ വായുവിന്റെ 90 ഗ്യാസസിന്റെ 97% എവിടെയാണ്? ഏകദേശം നമ്മുടെ 29 കിലോമീറ്റർ ഉയരം വരെ കാണാൻ പറ്റുള്ളൂ. നമ്മുടെ ഭൂമിയിൽ നിന്ന് 29 കിലോമീറ്റർ ഹൈറ്റ് വരെ മാത്രമാണ് ഇത് കാണുന്നത്. ഉയരം കൂടുന്തോറും ഈ ഗ്യാസസിന്റെ ഒക്കെ അളവ് കുറഞ്ഞേ വരും. അതാണ് നമ്മുടെ ഈ ഹിമാലയ കീഴടക്കാൻ പോകുന്ന ആളുകള്
ഓക്സിജൻ മാസ്കും ഓക്സിജൻ സിലിണ്ടറും ഒക്കെ ആയിട്ടാണ് പോകാറ്. കാരണം ഉയരം കൂടുന്തോറും എന്ത് കുറയും? ഗ്യാസസിന്റെ അളവ് കുറഞ്ഞ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. എന്നാൽ 29 കിലോമീറ്റർ വരെയൊക്കെയാണ് ഗ്യാസസിന്റെ 29 കിലോമീറ്റർ താഴെയാണ് ഗ്യാസസിന്റെ 97% കാണുന്നത്. എന്നാൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ഉണ്ട്? അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഏകദേശം 10,000 കിലോമീറ്റർ 10,000 ഹൈറ്റ് വരെ എന്തുണ്ട്? നമ്മുടെ അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇവാപ്രേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം എന്നാൽ എന്താണ്? ഇവാപ്രേഷൻ അഥവാ ബാഷ്പീകരണം എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. എന്താണ്? The process by which water from the earth surface heated by the sun and reached the atmosphere was vapor is called evaporation. നമ്മുടെ സൂര്യന്റെ ചൂടേറ്റിട്ട് ജലം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ വെള്ളം എന്ത് ചെയ്യും? വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? നീരാവിയായിട്ട് മുകളിലേക്ക് എത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവാപ്രേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന്, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 90 കിലോമീറ്റർ മാത്രമേ എന്തുള്ളൂ? നമ്മുടെ ജലബാഷ്പത്തിന്റെ സാന്നിധ്യം ഉള്ളൂ. വേപ്പർ കണ്ടന്റ് ഉള്ള വാട്ടർ മോളിക്യൂൾസും മറ്റും ഏകദേശം എത്ര ഹൈറ്റ് വരെ മാത്രമേ ഉള്ളൂ? 90 കിലോമീറ്റർ ഹൈറ്റ് വരെ മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇത് മാത്രമാണോ അറ്റ്മോസ്ഫിയറിൽ ഉള്ളത്? അല്ല. ഇത് കൂടാതെ അതിനായുള്ള ഗ്യാസസ് ഉണ്ട്. പിന്നെയോ വാട്ടർ മോളിക്യൂൾസ്, ജല തന്മാത്രകളുണ്ട്. ഇത് കൂടാതെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണ് നമ്മുടെ മേഘങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണമാവുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവാപറേഷൻ വഴി, നമ്മുടെ ബാഷ്പീകരണം വഴി വാട്ടർ മോളിക്യൂളൊക്കെ അന്തരീക്ഷത്തിൽ എത്തുന്നുണ്ടെന്ന് പറഞ്ഞു, അറ്റ്മോസ്ഫിയറിൽ എത്തുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ അറ്റ്മോസ്ഫിയറിൽ എത്തുന്ന വാട്ടർ മോളിക്യൂളൊക്കെ ഈ നമ്മുടെ ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ കെട്ടിപ്പിടിക്കുന്നത് മീൻസ് ഒട്ടിച്ചേർന്നിട്ട് ചുറ്റി അത് വലിയ മേഘങ്ങളായിട്ട് രൂപപ്പെടുന്നു. ഈ മേഘങ്ങളെയാണ് ഇങ്ങനെ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു? മേഘങ്ങൾ ഉണ്ടാവാൻ കാരണം ആയതുകൊണ്ട് തന്നെ ഇവയെ നമ്മൾ ഘനീകരണ മർമ്മങ്ങൾ എന്ന് വിളിക്കുന്നു. ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയർ എന്ന് വിളിക്കുന്നു. ഓക്കെ. ഇനി അടുത്താണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആസിഡ് റെയിൻ. അമ്ലമയ എന്ന് പറഞ്ഞാൽ, ആസിഡ് റെയിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. എന്താണ് ആസിഡ് റെയിൻ? നമ്മുടെ കൽക്കരി, കോൾ, അതുപോലെ പെട്രോളിയം ഇന്ധനങ്ങൾ, പെട്രോളിയം ഫ്യൂവൽസ്, ഡീസല്, ഇതൊക്കെ കത്തുമ്പോൾ എന്താകുന്നുണ്ട്? ഇതൊക്കെ കത്തുമ്പോൾ ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, ഇതൊക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ, അന്തരീക്ഷത്തിൽ എത്തുന്നുണ്ട്. ഇത് മഴ പെയ്യുമ്പോൾ മഴയുടെ കൂടെ മിക്സ് ആവുമ്പോൾ ഈ വെള്ളത്തിന് ഒരു അസിഡിക് സ്വഭാവം, അസിഡിറ്റി ഈ വെള്ളത്തിൽ വരും. ഇതിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത്, pH വാല്യൂ എന്ന് പറയുന്നത് 5-ലും കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ 5-ലും കുറവായതുകൊണ്ട് തന്നെ ഇങ്ങനെ പെയ്യുന്ന മഴയെ നമ്മൾ എന്ത് പറയും? അസിഡിക് റെയിൻ, അമ്ലമയമായിട്ട് പറയും. അസിഡിക് റെയിൻ എന്ന് പറയും. നമ്മളെ നോർമൽ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള വാട്ടറിന്റെ pH എത്രയാ? 7 ആണ്. എന്നാൽ അസിഡിക് കണ്ടന്റ് കൂടുതലുള്ള മഴയ്ക്ക് അതിന്റെ pH വാല്യൂ എത്രയായിരിക്കും? 5-ലും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പെയ്യുന്ന മഴയെ നമ്മൾ എന്ത് പറയാ? അസിഡിക് റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ പുക, അതുപോലെ മൂടൽമഞ്ഞ്, അതുപോലെ സ്മോക്ക് ഫോഗ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിന് കാരണമായിട്ട് മാറാറുണ്ട്. ഇതൊക്കെ നമ്മുടെ അന്തരീക്ഷത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ ആണ്. ഓക്കെ. ഈ മൂടൽമഞ്ഞ്, നമ്മുടെ സ്മോക്കും അതുപോലെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ എന്തിന് കാരണമാവുന്നുണ്ട്? നമ്മുടെ ഹൃദ്രോഗം, ഹാർട്ട് അറ്റാക്ക്, അതുപോലെ ലങ്സ് ഡിസീസസ്, പിന്നെയോ പക്ഷാഘാതം, സ്ട്രോക്ക്, ഇതിനൊക്കെ കാരണമായിട്ട് മാറുന്നുണ്ട്. ഇനി നമ്മുടെ ഈ അന്തരീക്ഷത്തെ നമ്മൾ നേരത്തെ പറഞ്ഞു ഭൂമിയുടെ താഴെ വിവിധ പാളികളായിട്ട്, ലേയേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിനെയും ലേയേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ ലേയേഴ്സുകൾ ഏതൊക്കെയെന്നാണ് അടുത്ത പാർട്ടിൽ പറയാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.